സ്വന്തം ശരീരത്തിനും അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്. നമ്മളെ ഓരോ ശരീരത്തിനും അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ ബഹുമാനത്തിന്റെ വലിയ തെളിവാണ് നമ്മളിവിടെ മരണപ്പെട്ടാൽ ഭൂമിന്റെ പുറത്ത് നമ്മളെ വെക്കാൻ പാടില്ല. പ്രത്യേകം നമ്മുടെ ശരീരം ആരും മാന്താത്ത രൂപത്തിലുള്ള ഒരു കുഴി കുഴിച്ച്, മൃഗങ്ങളൊന്നും തുഴയാത്ത രൂപത്തിലുള്ള കുഴി കുഴിച്ച് ഭദ്രമായ രൂപത്തിലല്ലേ നമ്മളെ അടക്കം ചെയ്യുന്നത്. അതും മനുഷ്യന് അല്ലാഹു കൊടുത്തൊരു ബഹുമാനമാണ്. മനുഷ്യൻ അവന്റെ സ്വയം ആത്മഹത്യ ചെയ്യുന്നതും തെറ്റാണ്. ചെറിയൊരു ടെൻഷൻ വരുമ്പോഴേക്ക് പിന്നെ അതങ്ങനെ ആളിക്കത്തി പർവ്വതീകരിച്ച് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലാതെ എഴുതി വെച്ച് പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് മരണപ്പെടുകയാണ്. നാം ബൈലാവി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറഞ്ഞു, ആത്മഹത്യ നിങ്ങൾ ചെയ്യരുത്. കമാ തഫഅലുഹു ജഹലത്തുൽ ഹിന്ദി, ഇന്ത്യയിലെ പൊട്ടന്മാർ ചെയ്യും പോലെ. ഞാൻ ആത്മഹത്യ ഏറ്റവും തോന്നെ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വിവരം കെട്ട ആളുകൾ ചെയ്യും പോലെ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നാം ബൈലാവി തങ്ങളെ തഫ്സീറാണ്. ശരിയല്ലേ പറഞ്ഞത്? ഇന്നിപ്പോ അതിന് അവസ്ഥ ഇങ്ങനെ ഓരോ ദിവസം കൂടാണ്. ആത്മഹത്യ ടെൻഷൻ വന്നാൽ ടെൻഷൻ മാറാൻ വേണ്ടി ദുആ ചെയ്യുക, ദുആഉൽ കർബിൽ മുഴുകുക. ദുആഉൽ കർബ് ചൊല്ലല്ലാതെ അത് പഠിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമം പറഞ്ഞു വന്ന ആൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്റാണ്. ഇയാളെ വിഷമം നീട്ടി കിട്ടിയതായ പരിഹരിച്ച വിഷയം സന്തോഷം നബി തങ്ങൾ അറിയിച്ചിട്ടും ഉണ്ട്. ആ ദുആഉൽ കർബ നമ്മൾ ചൊല്ലേണ്ടത്. എന്ത് ടെൻഷൻ വരുമ്പോഴും ഉമ്മമാരെ ചൊല്ലിക്കോ. ഗൾഫിൽ ഭർത്താവിന്റെ ജോലിയിൽ അപകടാവസ്ഥയിലാണ്. ജോലി പിരിച്ചുവിട്ടാൽ ഇവിടെ വന്നാൽ കടമുണ്ട്. നേരത്തെ കുറെ കടമുണ്ട്. കടത്തിലാകെ കുടുങ്ങി പോകുമോ? പൊരയും തറവാടും ഒന്നാകെ വിൽക്കേണ്ടി വരുമോ? ദുആഉൽ കർബ ചൊല്ലി ദുആ ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടം ഉള്ള ആളുകൾ കടത്തിൽ മനം നൊന്ത് മരിക്കാൻ പാടില്ല. അതിന് ഒരുപാട് നല്ല മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ കടമുണ്ട്, വലിയ കടം, എത്ര വീട്ടിയിട്ടും വീടുന്നില്ല, എന്ത് ചെയ്യണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാർഗം പഠിപ്പിച്ചു തരാം. വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലാരെങ്കിലും കാണുകയാണെങ്കിൽ അവരോടൊരു സലാം പറയണം. ആരെയും കാണുന്നില്ലെങ്കിൽ സ്വന്തത്തിൽ ഒരു സലാം പറയണം. എങ്ങനെ സ്വന്തത്തിലെ സലാം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എപ്പോ വീട്ടിൽ കയറി വരുമ്പോഴും നിങ്ങൾ അങ്ങനെ ഓതിക്കോളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ആ സഹാബി പറഞ്ഞു, കടം മുഴുവനും വീടി നബിയേ, ഞാൻ ഇന്ന് സന്തോഷവാനാണ്. അതിന്റെ മാർഗങ്ങളാ നമ്മൾ അന്വേഷിക്കേണ്ടത്. صلي وسلم دائما أبدا على حبيبك خير الخلق كلهم.